ഹായ് ഓൾ. ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ ഏറ്റവും ഡൗൺ സൈഡിലെ ലെവൽ കുറച്ച് 24,650 ആയിരുന്നു, അല്ലേ? ഏകദേശം ആ ഭാഗത്താണ് നിഫ്റ്റി ഓപ്പൺ ആയിട്ട് രണ്ട് പ്രാവശ്യം അവിടെ, അത് തുടക്കത്തിലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ചാർട്ടിൽ, അല്ലേ? നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ലെവലിൽ നിൽക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ട്രേഡ് എടുത്തിരുന്നു. പക്ഷെ അവരൊക്കെ ചെറിയ ലോട്ടേ വാങ്ങിച്ചത്. കാരണം ഞാൻ എക്സ്പയറി ഡേയിൽ നിങ്ങൾക്ക് നഷ്ടം സഹിക്കാൻ പറ്റുന്ന ലോട്ടേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മളൊരു ലെവൽ. എൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ് വാങ്ങിച്ചത്. എനിക്ക് നഷ്ടം സഹിക്കാൻ പറ്റുന്ന ലോട്ട് മാത്രമേ, അതായത് സീറോ ആയാലും ആ പ്രീമിയം സീറോ ആയാലും എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ലോട്ട് മാത്രമേ ഞാനും വാങ്ങിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു മെത്തേഡ്. ഇന്ന് പറഞ്ഞ എല്ലാ ലെവലുകളും കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എൻ്റർ ആയാലും രണ്ടാമത്തെ ലെവലും 24,750 എന്നുള്ള ലെവലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ നാളത്തെ ലെവൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ചില മൂവ്മെൻറ്റുകൾ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങാൻ. അവിടെ കുറച്ച് ഒരു അങ്ങോട്ട് ലെവൽ പറഞ്ഞാലും 10-20 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊരു ഫ്ലക്ച്വേഷൻ കൊടുക്കണം ലെവലിന്. ഓക്കെ. പ്രധാനപ്പെട്ട ലെവൽ പറഞ്ഞാൽ 24,650 ആണ്. 24,650, 24,640 ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ പുട്ട് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ അഥവാ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സൈഡ് വേസ് ഓപ്പണിങ്, അതായത് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 24,750 മുതൽ 24,900 വരെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലൊരു ഗ്യാപ്പിൽ തന്നെ ഞാൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,900 നിന്ന് ഒരു റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇന്നത്തെ ഹൈ. ഓക്കെ, അത് കുറച്ച് മുകളിലാണ് ഇന്നത്തെ ഹൈ കിടക്കുന്നത്, അല്ലേ? ഒന്നെങ്കിൽ ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ 24,900 ആ ലെവലിൽ നിന്നും ഒരു റെസിസ്റ്റൻസ് വന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ 24,650 താഴത്താണ് ഓപ്പൺ ആവുന്നെങ്കിൽ താഴത്തേക്കുള്ള ലെവൽ നോക്കിയിട്ട് അത് 24,650 വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു പി ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ലോന്ന് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് തന്നെ ഒരു ലെവൽ നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 24,650-നും 750-നും ഇടയിലാണ് ഓപ്പണിംഗ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് ഭാഗത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് ട്രേഡ് എടുക്കുക. അതായത് ഇന്നത്തെ ഓപ്പണിങ്ങിന് കുറച്ച് താഴത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്, 24,650 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് പി സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. 24,750 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ട്രേഡ് ചെയ്യാം. നാളത്തെ കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 24,650 ഒരു സപ്പോർട്ടായ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. 24,750 സപ്പോർട്ടായ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. 24,900 സപ്പോർട്ടായ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യും. പിന്നെ മുകളിൽ 25,000. ഇതാണ് പ്രധാനപ്പെട്ട ലെവലുകൾ. അപ്പോൾ ബാക്കി എന്നെ കൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം ലെവലുകളിൽ മാർക്കറ്റ് അവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അതായത് ഒരു സപ്പോർട്ട് ഇന്നത്തെ ദിവസം പോലെ സപ്പോർട്ട് എടുക്കുന്ന സാധ്യതയുണ്ട്. നമുക്ക് മുകളിലേക്ക് ട്രേഡ് ചെയ്യാം, സി സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ എന്താ, കൃത്യമായ സ്റ്റോപ്പ് ലോസ് താഴത്ത് വെക്കുക. ഒരു 20 പോയിന്റ് 30 പോയിന്റ് ഗ്യാപ്പിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. അല്ല, റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ട്രേഡ് ചെയ്യാം ഈ ലെവലുകളിലൊക്കെ. പക്ഷേ അതിന് തൊട്ട് മുകളിലായിട്ട് നന്നായിട്ട് നമ്മളത് ഒരു എസ് എൽ വെക്കുക. ഓക്കെ, ആ എസ് എൽ കൃത്യമായി ഫോളോ ചെയ്യുക നാളത്തെ ദിവസം, കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് വേസ് ആവാൻ മതി. പക്ഷേ നമുക്ക് നാളെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എന്താവും എന്നുള്ളത്. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ, ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ ഇപ്പോൾ ദിവസം പറയാം, നാളത്തെ ദിവസം പറയുകയാണ് ഇപ്പോൾ ഈ താരിഫ് അങ്ങോട്ട് മാറ്റി വെച്ചു, അതായത് പോസ്റ്റ്പോൺ ചെയ്ത് ഒരു മാസത്തേക്കും കൂടി ടൈം കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ റാലി ചെയ്തേക്കാം. അല്ല, എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഫൈൻ ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫൈനൊക്കെ ആഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫൈനൊക്കെ വന്നു ഇനി അതൊക്കെ ഒരു തീരുമാനം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് വരാം. അങ്ങനെ കുറച്ചൊരു ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഇഷ്യൂസ് ഉള്ള ടൈമാണ്. അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. ഓക്കെ, പറ്റുമെങ്കിൽ ക്വാണ്ടിറ്റി കുറക്കാൻ ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് ക്വാണ്ടിറ്റി കുറക്കണം എന്നുകൊണ്ട് എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു. കാരണം എന്ന് വെച്ചെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലെടുത്ത് കുറേ ലാഭം കിട്ടും. പക്ഷേ അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ക്വാണ്ടിറ്റി ഇത് എപ്പോഴും നടക്കുന്നില്ല. ഈ പ്രോഫിറ്റ് പറയുന്നത് എപ്പോഴും ഈ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് ചെറിയ പ്രോഫിറ്റ് ആവും. നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സംഭവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മന്ത് എൻഡ് അല്ലെങ്കിൽ ഇയർ എൻഡിൽ നമുക്ക് നല്ല പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ പറ്റും. അല്ല, നമ്മൾ ഈ ഒരു പ്ലാൻ ഇല്ലാതെ കണ്ട് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളൊക്കെ മാർക്കറ്റ് നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ നന്നായിട്ട് റാലി കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാവും. കിട്ടാത്ത ദിവസങ്ങളായിരിക്കും കൂടുതൽ. പൊതുവെ മാർക്കറ്റിൻ്റെ സ്വഭാവം വെച്ച് നോക്കും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് അത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടും, മാർക്കറ്റ് ഉണ്ടല്ലോ. ഇന്ന് ലാഭം കുറച്ച് കുറേ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കുറച്ച് കിട്ടുള്ളൂ. ഓക്കെ, ശരി, അത് മതി. അതിൻ്റെ പകുതി ലാഭം കിട്ടില്ലെങ്കിൽ അത് മതി. ഓക്കെ, അതിൽ നമ്മൾ തൃപ്തിപ്പെടാൻ വേണ്ടി പഠിക്കണം മാർക്കറ്റിൽ. ഓക്കെ, അപ്പം എല്ലാവരും ഇപ്പോൾ നാളെ ഈ ലെവലുകളൊക്കെ നോക്കുക, എൻ്റെ ട്രേഡ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നാളെ ഗ്രൂപ്പൊന്ന് നോക്കിക്കോട്ടെ. കുറച്ചും കൂടി ഞാൻ ഗ്രൂപ്പ് ശ്രദ്ധിക്കില്ല. ഞാൻ ഈ ലെവലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പോവാറാണ് സാധാരണ ചെയ്യൽ.
ലെവൽ നോക്കി ട്രേഡ് ചെയ്യലാണ്. നാളെ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ മെയിൻ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നാളെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാം. ഓക്കെ.